ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കി മലപ്പുറം എഫ്സിയുടെ ലോഞ്ചിങ്. കേരള സൂപ്പർ ലീഗിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ഫുട്ബോൾ ക്ലബ്ബായിരിക്കും മലപ്പുറം എഫ്സി. മലപ്പുറം MSP സ്കൂൾ മൈതാനിയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യവസായി MA യൂസഫ് അലി ലോഞ്ചിങ് നിർവഹിച്ചു. I see what you've been trying to do when I'm a mission to border. You think I never pay attention in my mind? I'm recording. I'm about to win and ruin all your goals and dreams out of border. Riding around my homies like we run the city. Looking fresh and feeling like a million. The sun is you can never hear me. You got a problem when you see me. കച്ചവടത്തിന്റെ കളിക്കാരനാണെങ്കിലും ഫുട്ബോളിനോട് തനിക്ക് പ്രത്യേക വാത്സല്യമാണെന്ന് ലോഞ്ചിങ് നിർവഹിച്ച് MA യൂസഫ് അലി പറഞ്ഞു. സ്കൂൾ പഠനകാലത്ത് താനും ഫുട്ബോൾ കളിച്ചിരുന്നെന്നും തേഞ്ഞിപ്പാലത്ത് നടന്ന സന്തോഷ് ട്രോഫി കാണാൻ പോയത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തിന്റെ ഫുട്ബോൾ ഈറ്റില്ലമെന്ന പേരിൽ പേരുകെട്ട മലപ്പുറത്ത് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച ഈ വേളയിൽ ക്ലബ്ബ് ഭാരവാഹി പ്രവർത്തകർക്കും വിശിഷ്യ എൻ്റെ സഹോദരന്മാരായ ഷംസുദ്ദീൻ ബിൻ മുഹിയദ്ദീൻ, അൻവർ അമീൻ എന്നിവർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ. ഞാനും ഫുട്ബോൾ കളിക്കാരനല്ലെങ്കിലും ഞാൻ കച്ചവടത്തിൻ്റെ കളിക്കാരനാണെങ്കിൽ തന്നെ ഫുട്ബോളിനോടും എനിക്ക് വളരെ വാത്സല്യമാണ്. ടൂർണമെന്റ് വിജയിച്ചാൽ ടീമിന് പ്രത്യേക സമ്മാനവും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു. അതുകൂടാതെ ഈ മലപ്പുറം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. I am not declaring what the gift it is, but if you win, sure I can promise you that I will give a gift to each and everybody. So we'll pray for you to win the match. Thank you. MA യൂസഫ് അലി ടീമിനെ വേദിയിൽ അവതരിപ്പിച്ചു. ലോകകപ്പ് അടക്കമുള്ള വേദിയിൽ മലയാളികളുടെ ലോകകപ്പ് ആവേശം താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും കുട്ടികൾ മൊബൈലിൽ നിന്നകന്ന് കൂടുതലായി കളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും യൂസഫ് അലി പറഞ്ഞു. 54 വർഷം നീണ്ട തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഇത്ര ആവേശമുള്ളൊരു രാത്രി ഉണ്ടായിട്ടില്ലെന്നും ടീമിന്റെ മുഖ്യ പരിശീലകൻ ജോൺ ഗ്രിഗറി പറഞ്ഞു. സമ്മർദ്ദമുണ്ടെന്നും എന്നാൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Hello everybody. Oh my goodness me. I've been in football for 54 years. I'm a very old man. But listen, I've been in football for 54 years. I have never ever experienced a night like this. I think all my players and all my staff, and myself included, are already in love with you. I hope that we can get a good season this season. Obviously, a lot of pressure is on us. Everybody wants to beat us. Everybody will be trying to beat us. But we're Malappuram. And we don't fear anybody. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ യൂസഫ് അലിയെ ടീമിന്റെ മുഖ്യ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു. മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി MA യൂസഫ് അലിയുടെ പേര് ആലേഖനം ചെയ്ത ജേഴ്സി കൈമാറി ടീമിന്റെ ജേഴ്സി പുറത്തിറക്കി.
ജില്ലയുടെ സ്വന്തം ക്ലബായ മലപ്പുറം FC-യുടെ ലോഞ്ചിങ്ങിന് സാക്ഷിയാവാൻ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. KFA പ്രസിഡന്റ് നവാസ് മിരാൻ മുഖ്യപ്രഭാഷണം നടത്തി. MLA-മാരായ മഞ്ഞളാംകുഴി അലി, AP അനിൽകുമാർ, ഡോക്ടർ KT ജലീൽ, P ഉബൈദുള്ള, ആബിദ് ഹുസൈൻ തങ്ങൾ, PV അൻവർ, അഡ്വക്കേറ്റ് UA ലത്തീഫ്, ജില്ലാ കളക്ടർ VR വിനോദ്, കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ P രവീന്ദ്രൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ, ADM NM മെഹ്റലി, ഡെപ്യൂട്ടി കളക്ടർ P അൻവർ സാദത്ത്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ, മലപ്പുറം FC പ്രൊമോട്ടർമാരായ ആഷിഖ് കൈനിക്കര, AP ഷംസുദ്ദീൻ, C അൻവർ അമീൻ, ജംഷിദ് P ലില്ലി, VP ലത്തീഫ്, നീലാംബ്ര ബേബി, KR ബാലൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈസ്റ്റ് ലൈവ് മലപ്പുറം.